ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ട്രൈബ് സലൂണിലാണ്, തൃപ്പൂണിത്തറയിലുള്ള സലൂണാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ചേച്ചി അതിനെ സമ്മതിച്ചില്ല. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് ബോട്ടോക്സ് എന്നുള്ളത് നാനോപ്ലാസ്റ്റി ആക്കി. ചേച്ചി പറഞ്ഞു അതായിരിക്കും നല്ലത്, നല്ല സ്മൂത്തായിട്ട് ഷൈനായിട്ട് കിടക്കും, അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വീണുപോയി. അങ്ങനെ ഫസ്റ്റ് തന്നെ എൻ്റെ ഹെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത അളവ് വെച്ചിട്ട് അത് അത്ര ഷോർട്ടായിരുന്നില്ല, പക്ഷെ വെട്ടി വന്നപ്പോൾ ഒത്തിരി ഷോർട്ടായിപ്പോയി. ഞാൻ കരയണോ, നിലവിളിച്ച് കരയണോ, നെഞ്ചത്തടിച്ച് കരയണോ എന്ന് ആലോചിച്ച് ടെൻഷനായിപ്പോയി. മുടി വെട്ടുന്നത് എൻ്റെ ഉമ്മക്ക് ഇഷ്ടമല്ല. എൻ്റെ ഉമ്മ അത് വലിയ പ്രശ്നമാക്കും. ഇതെനിക്ക് ഒരു 2 വർഷം മുന്നേ ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് എൻ്റെ മുടി അത്യാവശ്യം ലെങ്ത്തുള്ള മുടിയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ജസ്റ്റ് എൻ്റെ മുടിയുടെ തുമ്പൊന്ന് വെട്ടിത്തരാൻ പറഞ്ഞു. അവൾ ബൈ മിസ്റ്റേക്കിൽ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ മുടി വെട്ടിയ സമയത്ത് ഒന്ന് ചെറുതായിട്ട് ചിരിഞ്ഞു പോയി. ആ ചെരിവ് കറക്റ്റ് ചെയ്ത് എൻ്റെ ഷോൾഡർ വരെ ആയിപ്പോയി എൻ്റെ മുടി. അത് എൻ്റെ ഉമ്മ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത് മതിയാവാതെ നാട്ടിലുള്ള എൻ്റെ ഉപ്പാനെ ബാംഗ്ലൂർ വരെ വിട്ട് ചീത്ത വിളിപ്പിച്ച മുതലാണ് എൻ്റെ ഉമ്മ. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ സ്മരിച്ചത് കൊണ്ട് ഞാൻ ഇനി എന്ത് പറയും, ഉമ്മൻ എന്തൊക്കെ പറയുന്ന ആലോചിച്ച് ടെൻഷനിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ അവളും പറഞ്ഞു നീ എന്തിനാ മുടി വെട്ടിയത്, നല്ല മുടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ വക കുറേ കേട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിച്ചു, നല്ലൊരു ഹോർലിക്സ് ഒക്കെ കുടിച്ചു. ഇതിനിടയ്ക്ക് ഇവർ ഹെയർ കട്ട് ചെയ്തു, ഹെയർ വാഷ് ചെയ്തു, പിന്നെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു ചോക്ലേറ്റ് അങ്ങനെ എന്തോ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 5 മണി ആയപ്പോഴാണ് ഈ സലൂണിൽ കയറിയത്. 10:30 ആയിട്ടും എൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം എടുത്തു. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, അത്രയും തിരക്കുണ്ടായിരുന്നു. ഞാൻ പോകാനായപ്പോഴത്തേക്കും ഒരൊറ്റ മനുഷ്യനില്ല, കുറേ സ്റ്റാഫും ഞാനും മാത്രം, ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ക്രീം തേച്ചുകൊണ്ടിരിക്കുകയാണ്, നാനോപ്ലാസ്റ്റിയുടേതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അപ്ലൈ ചെയ്യാനും അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാനും അത് കഴിഞ്ഞ് വാഷ് ചെയ്യാനും എല്ലാത്തിനും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ടൈം തലയിൽ വച്ചിട്ടാണ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ദില് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചേരം സംസാരിച്ചിട്ടൊക്കെ നിന്നു. പിന്നെ അവൾ പോയി. പിന്നെ ഞാൻ വീണ്ടും കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്, അതൊന്ന് കഴുകിക്കളയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവർ തലയിൽ ചട്ടി അമത്തിയ പോലുള്ള ഗ്യാപ്പൊക്കെ കൊണ്ടുവച്ച് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഈ ഒരു ലുക്ക് കാണുമ്പോൾ എനിക്കൊരു ഷെഫിനെയാണ് ഓർമ്മ വരുന്നത്. എന്നൊരു ഷെഫിൻ്റെ ലുക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ റൂമിൽ പോയിട്ട് അവിടുന്ന് അവർ ഇങ്ങനെ ഹീറ്റ് ചെയ്യാനെന്തോ സംഭവം ചെയ്തു. ഇത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കില്ല ഐഡിയ ഒന്നുമില്ല. അവരെന്തൊക്കെയോ ചെയ്തു. ആദ്യം ഒരാളായിരുന്നു, പിന്നെ 2 ആളായി, പിന്നെ 3 പേരൊക്കെ വലിക്കാൻ തുടങ്ങി. അയ്യോ, തലയുടെ വേദനയുണ്ടല്ലോ. ഇത് ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ അവരത് ചെയ്തപ്പോൾ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നുകൂടെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുടി എത്രമാത്രം സോഫ്റ്റായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഹെയർ വാഷ് ചെയ്തു, പിന്നെ ഹെയർ ഡ്രൈ ചെയ്തു. ഇപ്പോൾ അവർ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ ഫൈനൽ ലുക്ക് ഇതിൽ കൊടുക്കാം. അവർ കറക്റ്റ് ആ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 10 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ട്, അത്രയും ടൈം എടുത്തു ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത്രയുള്ളൂ. ചേട്ടാ, ബൈ.